പ്രതിസന്ധിയിൽ മുട്ടിലിഴയുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMTക്ക് KCBയുടെ ഷോക്ക് ട്രീറ്റ്മെന്റ്. കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ള 32 കോടിയോളം രൂപ അടയ്ക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMTയുടെ വൈദ്യുതി വിച്ഛേദിച്ച് KCB. ഇന്നലെ രാവിലെയാണ് കമ്പനിക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവച്ചത്. കുടിശ്ശിക ഇനത്തിൽ 35 ലക്ഷം രൂപ അടച്ചിട്ടും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് പ്രതിഷേധാർഹം ആണെന്ന് തൊഴിലാളി യൂണിയനുകൾ ആരോപിച്ചു. അനിൽകാസെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുടിശ്ശിക ഇനത്തിൽ ഏകദേശം 32 കോടിയോളം രൂപ അടക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള HMTയിലേക്കുള്ള വൈദ്യുതി വിതരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് KCB. അതായത് ഇന്നലെ രാവിലത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള വൈദ്യുതി വിതരണം KCB അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 2 മാസത്തെ കുടിശ്ശിക തുകയായ 35 ലക്ഷം രൂപ അടച്ചിട്ടും ഇങ്ങോട്ടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ഈ പ്രതിഷേധാർഹമാണെന്നാണ് തൊഴിലാളി സംഘടന ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനയ്ക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. നൂറുകണക്കിന് തൊഴിലാളികളാണ് ഇവിടെ ദിനംപ്രതി ജോലി ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നവരത്ന പട്ടികയിൽപ്പെട്ടിരുന്ന HMTയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ ശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ KCB ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. HMTയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് നമ്മൾ കിടക്കുന്ന സമയമാണ്. ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ ഡിഫൻസിൻ്റെ ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ ഒരുപാട് വളരെ അർജൻറ്റായിട്ടുള്ള മെഷീനുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ മാസം തന്നെ വളരെ അത്യാവശ്യമായിട്ട് ഡിഫൻസിലേക്ക് പോകേണ്ട മെഷീനുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് KCBയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ ഒരു നടപടി എന്ന് പറഞ്ഞാൽ HMTനെ മൊത്തത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ആകെ 9 കോടി മുതലും 20 കോടി 21 കോടി പലിശയും കണക്കാക്കിയുള്ളൊരു കത്താണ് വന്നിട്ടുള്ളത്. ആ കത്ത് KCB അയച്ചിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ തരത്തിൽ ഒരു വ്യവസായ സ്ഥാപനത്തെ അതിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദന പ്രവർത്തനങ്ങളെ ആകെ തകർക്കുന്ന തരത്തിൽ ഒരു ഇതിലോട്ട് പോകുമെന്നുള്ളത് ഞങ്ങളും വിചാരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2007 വരെയുള്ള ഈ വൈദ്യുതി കുടിശ്ശിക ഇനത്തിൽ ഏകദേശം 14 കോടി രൂപ KCBക്ക് അടക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനിക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നടന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക 11 കോടി രൂപയായി പുനർനിശ്ചയിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ മുമ്പ് നടക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ട്. അതായത് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുമായി തൊഴിലാളി സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ കമ്പനി പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ അക്ഷയോടൊപ്പം അനിൽകാസെ, ന്യൂസ് മലയാളം.